الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ മനുഷ്യരുടെ മനസ്സിൽ ഓർക്കപ്പെടാനുള്ള കുറേയധികം കാരണങ്ങൾ ഉണ്ടാകും. ചരിത്ര പുരുഷനായ ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് അങ്ങനെ പറയപ്പെടുന്ന അത്തരം കാരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ചിലരെങ്കിലും അനുസ്മരിക്കപ്പെടുന്നത് യുദ്ധങ്ങളിലെ വീര സാഹസികതകൾ കൊണ്ടാണ്. വേറെ ചില ആളുകൾ അവരുടെ ധീരമായ വാചകങ്ങൾ കൊണ്ടാണ്. വേറെ ചില ആളുകൾ അവരുടെ സാഹിത്യ സൃഷ്ടികൾ കൊണ്ടാണ്. കുടുംബത്തിന്റെ, ഗോത്രത്തിന്റെ, തറവാടിന്റെ മാഹാത്മ്യം കൊണ്ട് അനുസ്മരിക്കപ്പെടുന്നവരുണ്ട്. പിതാവിന്റെ പ്രശസ്തി കൊണ്ട് ഭരണത്തിലും നേതൃത്വത്തിലും സ്ഥാനത്തുമൊക്കെ എത്തിപ്പെട്ടവരുണ്ട്. സാമ്പത്തിക ഭദ്രത കൊണ്ട് എത്തിപ്പെട്ട ധാരാളം ആളുകളുണ്ട്. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എടുക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന്റെ സ്വീകാര്യതക്കോ പ്രശസ്തിക്കോ കാരണമായി എന്ന് നമുക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഒരു വ്യക്തിയെ സമൂഹം അറിയാതിരിക്കാനും ചരിത്രം സ്മരിക്കാതിരിക്കാനും ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. 5000 വർഷങ്ങൾക്കപ്പുറമാണ് ഈ മഹാസംഭവം നടക്കുന്നത്. അതും പ്രാചീന ഇറാഖിലെ ഉർ പട്ടണത്തിലാണ്. ചുറ്റും മലകളാൽ വലയം ചെയ്യപ്പെട്ട ഒരു പ്രദേശത്ത് അങ്ങേയറ്റത്തെ കുഗ്രാമത്തിൽ ഒരു വ്യക്തി ജനിക്കുന്നു, വളരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയാണെങ്കിൽ അവിടുത്തെ എല്ലാവരും ചെയ്യുന്ന കുലത്തൊഴിലായ ബിംബനിർമ്മാണമായിരുന്നു. ആശാരിപ്പണി ഒരു കുലത്തൊഴിലാണ് അല്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ള, ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അങ്ങനെയുള്ള ഒരു ബിംബനിർമ്മാതാവിന്റെ ആലയിൽ, അവിടുത്തെ വീട്ടിലെ മുറ്റത്ത് അദ്ദേഹം വളരുകയാണ്. ഇനി ഈ ചരിത്രത്തിൽ ഓർമ്മഗോപുരങ്ങൾ പണിയാതെയും നാൽക്കവലകളിൽ പ്രതിമകൾ സൃഷ്ടിക്കാതെയും അതുപോലെ തന്നെ കാവുകളിലും അല്ലാതെയും പ്രതിഷ്ഠകൾ സ്ഥാപിക്കാതെയും പച്ചപുതച്ച ദർഗകളില്ലാതെയും അദ്ദേഹം ചരിത്രത്തിൽ സ്മരിക്കപ്പെടുന്നുണ്ട്. ആ ഓർമ്മിക്കപ്പെടുന്ന രൂപം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓർമ്മിക്കപ്പെടുന്ന രൂപം എന്ന് പറയുന്നത് ഒരേ സമയത്ത് 3 സെമിറ്റിക് മതങ്ങൾ, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജൂത സമൂഹം, ഇവരെല്ലാവരും അദ്ദേഹത്തെ ഒരേപോലെ സ്വീകരിക്കുകയും അദ്ദേഹം ഞങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. മറ്റ് 2 മതങ്ങൾക്കും വിശുദ്ധ ഖുർആൻ ശക്തമായ ഖണ്ഡനം ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ആദർശ പിതാവായി സ്വീകരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന ശക്തമായ വാദമുഖം ഖുർആൻ ഉയർത്തുന്നുണ്ട്. ഇനി ചരിത്രത്തിൽ എല്ലാം ഉണ്ടായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട്, അദ്ദേഹത്തിന്റെ വിജയഗാഥകൾ നമുക്കറിയാം. ഷേക്സ്പിയറിനെയും അതുപോലെയുള്ള ചരിത്ര പ്രസിദ്ധരായ സാഹിത്യകാരന്മാരെ നമുക്കറിയാം. ഐൻസ്റ്റീൻ അടക്കമുള്ള സയന്റിസ്റ്റുകളെ നമുക്കറിയാം. ഇവരൊക്കെ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പേരിൽ പുരസ്കാരങ്ങളുണ്ട്, അവരുടെ ഓർമ്മ ദിനങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അനുസ്മരിക്കപ്പെടുന്നത് പോലെ, ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസ്മരിക്കപ്പെടുന്നത് പോലെ, ഈ 2 വ്യക്തിത്വങ്ങൾ അനുസ്മരിക്കപ്പെടുന്നത് പോലെ മറ്റാരാണ് ചരിത്രത്തിൽ അനുസ്മരിക്കപ്പെടുന്നത്? ഘടികാര സൂചിയുടെ സഞ്ചാരം, മണിക്കൂറിന്റെ സൂചിയും മിനിറ്റിന്റെ സൂചിയും സെക്കൻഡിന്റെ സൂചിയും ഓരോ നാട്ടിലും എവിടെയോ ആയിക്കോട്ടെ, GCCയിൽ ഇപ്പോ 2.5 മണിക്കൂർ വൈകിയാണ്. അമേരിക്കയിൽ ഇപ്പോൾ രാവിലേക്ക് നീങ്ങാണ്, രാത്രിയിലേക്ക് നീങ്ങാണ് അവര്, അല്ലെ? ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓരോ നിമിഷവും ഓരോ സെക്കൻഡ് സൂചി സഞ്ചരിക്കുമ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാമ അനുസ്മരിക്കപ്പെടുന്നുണ്ട്. എന്താ അദ്ദേഹം അനുസ്മരിക്കപ്പെടാൻ കാരണം? നമസ്കാരം എന്നുള്ള കാര്യം നിൽക്കുന്ന ഒരു നേരം നമ്മളെ ക്ലോക്ക് വൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല. അത്രയും സമയങ്ങളിലൊക്കെ ആളുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ അനുസ്മരിക്കുന്നുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത് ജനങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്.
ബാങ്ക് വിളിക്കുമ്പോഴൊക്കെ പ്രവാചകൻ അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഉന്മൂലനത്തിന് വേണ്ടി ഒരു ചക്രവർത്തി പദ്ധതിയിട്ട് കത്തിച്ച് ചാമ്പലാക്കാൻ തീരുമാനിച്ചൊരു വ്യക്തി, നാട് കടത്തിയൊരു വ്യക്തി, തനിക്ക് കിട്ടിയ 17ാമത്തെ വയസ്സിൽ തനിക്ക് കിട്ടിയ മഹാദൗത്യം, പ്രബോധനത്തിന്റെ ദൗത്യവുമായി ഇറങ്ങിയപ്പോ പ്രതിരോധം സൃഷ്ടിച്ച എല്ലാ ഘടകങ്ങളും ജനിച്ച നാട്ടിൽ തന്നെ, ആശയം ഉയർത്തിയ നാട്ടിൽ തന്നെ, നാട്ടുകാരുടെ മുഴുവൻ സമ്മതത്തോടെ ഓരോരുത്തരും വിറകിന്റെ കെട്ട് ഏറ്റി കൊണ്ടുവന്ന് ആ വിറക് ആളിക്കത്തിച്ച് 10,000 സാക്ഷി നിൽക്കുന്നിടത്ത് അദ്ദേഹം ആ തീക്കുണ്ടാരത്തിലേക്ക് ചിരിച്ചങ്ങോട്ട് നടന്നു കയറി. 3-4 ദിവസം നിന്ന് കത്തിയ തീ. അവസാനം തീ അണഞ്ഞപ്പോ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അതിൽ നിന്ന് എണീറ്റ് പോന്നു. ഞാൻ പറയുന്നത്, അങ്ങനെ കത്തിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചൊരു വ്യക്തി ചരിത്രത്തിൽ എങ്ങനെ നിലനിന്നു എന്നത് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങളുണ്ടതിൽ. സന്തോഷ നിമിഷങ്ങളൊക്കെ നമുക്ക് പലതരം ഓർമ്മകൾ കൂടി നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ കത്തിച്ചില്ലാതാക്കാൻ ശ്രമിച്ചതുപോലെ ഒരു വ്യക്തികൾ എന്നുള്ള നിലക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, സമൂഹം എന്ന നിലക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ, ഭയങ്ങൾ, അങ്ങനെ പലതും. ഇപ്പൊ നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ ഒരു ജ്യേഷ്ഠ സുഹൃത്തിന്റെ പിതാവ് മാരകമായ ക്യാൻസർ രോഗത്തിന്റെ പശ്ചാത്തലത്തിലൂടെ കടന്നു പോവാണ്. അങ്ങനെ ഓരോരുത്തരും വലിയ കടങ്ങളുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ടാകും, മക്കളില്ലാത്തവർ ഇവിടെ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെ വ്യത്യസ്തമായ വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകും. ഞാൻ പറയുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയിൽ നമുക്ക് ശരിയായ ഉത്തരമുണ്ട്. ഇനി ഒരു സമൂഹം എന്നുള്ള നിലക്കാണെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ശരീഅത്തിനെതിരെയുള്ള കയ്യേറ്റമാണ്, അല്ലെ? ഇസ്ലാമിക നിയമസംഹിതകൾ തിരുത്താനുള്ള ശക്തമായ ശ്രമങ്ങളുടെ ആരംഭമാണ് യഥാർത്ഥത്തിൽ മുത്തലാഖുമായി ബന്ധപ്പെട്ട ബില്ലിലൂടെ കൊണ്ടുവന്നത്. മുത്തലാഖിന്റെ ആ മസ്അലയോട് 100% നമ്മൾ വിയോജിക്കുന്നു. ഒരു പെണ്ണിനെ ഒരാൾ കെട്ടിയിട്ട് അന്നയാ 3 തീർത്തുന്ന് 3 വട്ടം തുപ്പിയാൽ അതോടെ ആ ബന്ധം തീരുന്നു പറയണേ ആ മസ്അല ഉണ്ടല്ലോ, ആ മസ്അലയ്ക്ക് ഇസ്ലാമികമായ ഒരു അടിത്തറയില്ല. പക്ഷേ തിരുത്തപ്പെടുന്നത് ആ മസ്അലയാണെങ്കിലും അവിടെ വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം സമൂഹത്തിൽ തന്നെ ഭിന്നതയുള്ള ഒരു വിഷയത്തിലൂടെ കടന്നു വന്ന് പിന്നീട് എന്ത് ചെയ്യുന്നു, ഭിന്നതയുള്ള ആ വിഷയത്തിലൂടെ കടന്നു വന്ന് പിന്നീട് മുസ്ലിങ്ങൾ എല്ലാവരും യോജിക്കുന്ന മസലകളിലേക്ക് പതിയെ കാലെടുത്തു വെക്കുക എന്നുള്ള വളരെ സ്ട്രാറ്റജിക്കലായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്? മുസ്ലിം സമൂഹം ഒത്തുകൂടുന്നിടത്ത് അതിശക്തമായി അതിനെക്കുറിച്ച് സംസാരിച്ചു, അതിശക്തമായി അത് തിരുത്താനുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ വരുത്തി. മാത്രമല്ല, ആ ക്യാമ്പയിന് കൊണ്ട് തന്നെ കഴിഞ്ഞ 25 വർഷത്തിനിടയ്ക്ക് എണ്ണപ്പെട്ട എത്ര ഉണ്ടായി? ഇല്ല, വ്യാജമായ ഒരു പദ്ധതിയിലൂടെ കടന്നു വരാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ വഖഫ് ബില്ലിലേക്ക് കൈവച്ചു. ഞാൻ പറയുന്നത്, നമ്മൾ ആൾക്കൂട്ടങ്ങളിൽ തല്ലിക്കൊല്ലപ്പെടുന്നതിനേക്കാളും വലിയ പ്രശ്നമായി നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ആചരിച്ച് അനുഷ്ഠിക്കാനുള്ള ശരീഅത്തിന്റെ നിയമങ്ങളെ ഇല്ലാതാക്കുന്നതിനെയാണ്. ഒരു ഭാഗത്ത് അതാണെങ്കിൽ, ഇതുപോലത്തെ ഒരു പെരുന്നാൾ കാലത്ത് ഉമ്മാന്റെ അടുത്തേക്ക് പുത്തൻ വസ്ത്രവും കൊണ്ട് പഠിക്കുന്ന കോളേജിൽ നിന്ന് പോകുന്ന പിഞ്ചുബാലൻ അവനെ ട്രെയിനിൽ നിന്ന് തല്ലി പുറത്തേക്കിട്ട ആ ദിവസം മുതൽ, അഖ്ലാഖ് കൊല ചെയ്യപ്പെട്ട ആ ദിവസം മുതൽ നമ്മൾ ഓർക്കുന്നുണ്ട്. ഇന്ത്യയിലെ തെരുവുകൾ നോട്ട് ഇൻ മൈ നെയിം ക്യാമ്പയിനുകൾ ഓർഗനൈസ് ചെയ്തു. ഉച്ചത്തിൽ പറയാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലും ഇല്ലാത്ത ഘട്ടമുണ്ട്. ഇന്ന് പ്രതിപക്ഷങ്ങൾ അത് ഉയർത്തുന്നുണ്ട്, ശക്തമായ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. അതിനൊന്നും ഞാൻ നിരാകരിക്കണില്ല. എങ്കിൽ പോലും ഒരാൾ പോലും പറയാനില്ലാത്ത നേരത്തും സ്തബ്ധമായി നിന്ന നേരത്തും ഇന്ത്യൻ തെരുവുകൾ നോട്ട് ഇൻ മൈ നെയിം, ഇതെന്റെ പേരിലല്ല, എന്റെ മതത്തിന്റെ പേരിലല്ല എന്ന ഉച്ചത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഇസ്ലാമോഫോബിയ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമോഫോബിയ എന്നൊരു പ്രതിസന്ധിയാണ്. അഭയാർത്ഥികൾ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട അഭയാർത്ഥികൾ ഒരു വേദനയാണ്. ലോകത്തെ പാലങ്ങൾക്കടിയിൽ, അഴുക്കുചാലുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ആർക്കും വേണ്ടാത്ത ഇടങ്ങളിൽ, ആട്ടിയോടിക്കപ്പെടുന്ന വഴികളിൽ അവർ ജീവിക്കേണ്ടുന്ന സാഹചര്യങ്ങളുണ്ട്. ബുൾഡോസ് ചെയ്യപ്പെട്ട വീടുകൾക്കരികിൽ, ഉത്തർപ്രദേശിൽ ബുൾഡോസ് ചെയ്യപ്പെട്ട വീടുകൾക്കരികിൽ ടാർപോളിനുകൾക്ക് താഴെ കഴിയുന്നവരുണ്ട്. നമ്മുടെ ഒരു വറകുപുരയുടെ നിലവാരം പോലും ഇല്ലാത്ത വീടുകളിൽ കഴിയുന്നവരുണ്ട്. ഫലസ്തീനിലെ നിലവിളികൾ അവസാനിക്കുന്നില്ല. ആർക്കും ആ സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല. പട്ടിണിയിൽ കഴിയുകയാണ് അവര്. നമ്മളെ ഭക്ഷണ വേസ്റ്റുകൾ പാത്രത്തിൽ നിന്ന് തട്ടുമ്പോ ഓരോ സഹോദരി ഓർക്കുക, ഭക്ഷണത്തിന് അരിയിടുമ്പോ ഓരോ സഹോദരി ഓർക്കുക, നമ്മളെപ്പോലെ വിശപ്പുള്ള, നമ്മളെപ്പോലെ ആമാശയമുള്ള, നമ്മളെപ്പോലെ വേദനയുള്ള, രോഗങ്ങളുള്ള, പ്രതിസന്ധികളുള്ള ആളുകൾ
ഹോസ്പിറ്റലുകളൊക്കെ തകർക്കപ്പെട്ടു. ഭക്ഷണം കഴിക്കാനില്ല, കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ കൈമാറാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ പ്രശ്നങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഡിപ്രഷനായി പോകണോ? ഇന്ത്യ ജീവിക്കാൻ പറ്റുന്ന രാജ്യമല്ല. കുറച്ചും കൂടിയും ലിബറലൈസ് ചെയ്യപ്പെട്ട UK പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചു. വളരെ ഉന്നതമായ പ്രൊഫൈലുള്ള ഒരു സഹോദരിയാണ്. അവര് ഒരു നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രഗത്ഭമായ ഒരു ആശുപത്രിയിലെ ഡോക്ടറാണ്. എന്താ അവരുടെ ഭർത്താവ് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. എന്താ സ്വസ്ഥതയോടുകൂടെ ഈ നാട്ടിൽ ആചരിക്കാനും അനുഷ്ഠിക്കാനും പറ്റാത്ത കാലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മള് കുറച്ചുകൂടി മുന്നേ ചിന്തിക്കണം എന്നാണ്. ആ സഹോദരിക്കുണ്ടായ വിവേകം പോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല. നമ്മള് ഒളിച്ചോടേണ്ടവരല്ല. ഫാഷിസം കണ്ണുരുട്ടുമ്പോൾ, ലിബറലിസം നമ്മെ അറ്റാക്ക് ചെയ്യുമ്പോൾ, ഇസ്ലാം വിരുദ്ധ ചേരികൾ, ഇസ്ലാം വിരുദ്ധ ക്യാമ്പയിനുകൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിനു മുന്നിൽ തലകുനിച്ചു കൊടുക്കേണ്ടവരല്ല. വിവേകത്തിന്റെ വിചാരത്തിന്റെ വഴി സ്വീകരിക്കണം, അല്ലെ? വിവേകത്തിന്റെ വിചാരത്തിന്റെ വഴി സ്വീകരിക്കണം. രണ്ട് പ്രധാന കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാം. ഒന്ന്, ലഖദ് കാന ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. നിങ്ങൾക്ക് ഇബ്രാഹിമിൽ നല്ല മാതൃകയുണ്ട്. നല്ല മാതൃക ഉണ്ട് എന്ന് പടച്ചോൻ പറഞ്ഞതാണെങ്കിൽ ആ നല്ല മാതൃക തീർച്ചയായും നമുക്ക് ലഭിക്കും. നല്ല മാതൃക നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടാനുണ്ടാവും. നമ്മൾ ജീവിക്കണ രാജ്യത്തെ പ്രതിസന്ധിക്കുള്ള പരിഹാരം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. പടച്ചോൻ പറഞ്ഞതാണ്, ഒരു സംശയമല്ല. രണ്ട്, ആ മാതൃക സ്വീകരിക്കാത്തവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ. സ്വന്തം നഫ്സിനോട് എന്താ പറയാ, വിഡ്ഢിയായി മാറുന്ന, സ്വയം വിഡ്ഢിയായി മാറുന്ന വ്യക്തിയല്ലാതെ ഒരാളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗം ഒഴിവാക്കൂല എന്നാണ്. ഞാൻ വെറുതെ ചോദിക്കാണ്, എന്നോട് ചോദിക്കാണ്, നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് വരുന്ന പ്രശ്നങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാതൃക എന്താണ്, പ്രവാചകന്റെ മാതൃക എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മഹാരോഗങ്ങൾ നമുക്ക് വരലുണ്ട്, വലിയ പരീക്ഷണങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരന്റെ കണ്ണിന്റെ കാഴ്ചശക്തി ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തെ ആ പരീക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാക്കുമാറാകട്ടെ. കാഴ്ച മങ്ങാന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ട് നമുക്ക്, അല്ലെ? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സങ്കടം ഉണ്ട്. വെറുതെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമുക്ക് ഇങ്ങനെ വരുമ്പോ മരുന്നും അതിന്റെ ചികിത്സയൊക്കെ നമ്മൾ ആലോചിക്കും. ഇതിന്റെ ഒരു ഇസ്ലാമിക സംഭവം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കലുണ്ടോ? ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബിനെ കണ്ടൊരു രീതി ഉണ്ട്. ആ രീതിയിൽ കണ്ട നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബിനെ കണ്ടത് എങ്ങനെ? അദ്ദേഹത്തോട് തീക്കുണ്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞിട്ടാണ് കടക്കാണ് തീയിലേക്ക്. നമ്മൾ ഈ ദിക്ർ സുഹൃത്തുക്കളെ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ ഓർത്തിട്ടുണ്ടോ? നമ്മുടെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി, ചെറിയൊരു പ്രയാസെങ്കിലും വരാത്ത ആരും ഉണ്ടാവില്ല. ബസ് കയറിയതിന്റെ ശേഷം ആകെ പൈസ ഗൂഗിൾ പേയിലുള്ളൂ, അല്ലെ? ഏറ്റവും മിനിമം കയ്യിലൊരു പൈസ ഇല്ലാന്നെങ്കിലും അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു ചമ്മണൊരു ഘട്ടം. അപ്പോഴെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടോ ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ? നമ്മളെവിടെ ഭൂമിയിൽ പടച്ചത് പടച്ചോനാ. നമ്മക്കുള്ള ഓരോ വറ്റിമ്മയും പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്കുള്ള ഓരോന്നുമ്മയും പടച്ചോൻ വേണ്ടത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ എന്തിനാ വെറുതെ ടെൻഷനാണ്? ഞാൻ എന്തിനാണ് ഈ വെറുതെ അസ്വസ്ഥാകുന്നത്? കുട്ടിന്റെ 10ാം ക്ലാസ് ആണ്, കുട്ടി +2 ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ ആൺകുട്ടിയാണ്. ഞാൻ എന്തിനാണ് അസ്വസ്ഥാകുന്നത്? തവക്കുലാണ് എന്റെ വഴി, തവാക്കുലല്ല. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയും മക്കളെ മരുഭൂമിയിൽ കൊണ്ടേക്കാൻ പറഞ്ഞപ്പോ കാബന്റെ അടുത്താ കൊണ്ടാക്കിയത്. അവിടെ അന്നൊരു മനുഷ്യനും ഇല്ല. പക്ഷേ കാബന്റെ അടുത്ത് കൊണ്ടേക്കുമ്പോ കാബ പടച്ചോൻ ഉണ്ടാക്കാൻ വിചാരിച്ച സ്ഥലം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയാണല്ലോ അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണേ. അപ്പൊ അവിടെ കൊണ്ടാക്കി എന്താ, ഇവിടെ ആരെങ്കിലും ഒക്കെ വന്നുകൂടും, ഇനിയൊരു ദിവസം വന്നുകൂടുന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്, അല്ലെ? അതേ അവിടെ ആക്കണത്. അതല്ലാതെ ഒക്കെ പടച്ചോ നോക്കിക്കോളുന്നല്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്ത് നമുക്ക് ഇത്തരം ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം. എനിക്ക് ഞാൻ നമ്മുടെ സദസ്സ് തന്നെ ഉദാഹരണം പറയണം. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ മകൾക്ക് ദീർഘമായ കാലത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടാകാൻ പോവാണ്. പ്രാർത്ഥിച്ച് 8-9 മാസ കുട്ടി വല്ലാത്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോയത്. അള്ളാഹു അവർക്ക് അതിനുള്ള അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അവരെ പരിരക്ഷിച്ചവർക്കും ചുറ്റും നിന്നവർക്കൊക്കെ ആ കുഞ്ഞിനെ അള്ളാഹു ദീനിനും സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടുന്ന കുഞ്ഞാക്കട്ടെ. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, വല്ലാത്തൊരു നിമിഷം വന്നു. സ്കാനിങ് കഴിഞ്ഞപ്പോ കുട്ടിക്ക് ഒരു കാലില്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5-8 വർഷം കാത്തിരുന്ന് 5-8 മാസം വേറെ ഒന്നുമില്ലൊരു കുടുംബത്തിന്, എന്നിട്ട് അവസാനം കാലില്ല എന്ന് പറയുമ്പോ വേഗം എന്താ സംഭവിക്കുക? നമ്മുടെ നാട്ടിലെ ആളുകളെ രീതി അനുസരിച്ചാണെങ്കിൽ വേഗം കുറുക്കു വഴികളിലേക്ക് പായും. പക്ഷെ അദ്ദേഹത്തിന് ഹസ്ബുൻ അല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറയാൻ പറ്റി. ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയാൻ പറ്റി. അത് ചെറിയ കാര്യമില്ല സഹോദരങ്ങളെ. ആ ഒരു സ്റ്റാൻഡിനായിരിക്കും കൂലി, ആ ഒരു സ്റ്റാൻഡിനായിരിക്കും. എനിക്കറിയാം, എന്റെ ഉപ്പ ഇവിടെ ഈ സൊഫിൽ ഇരിക്കുന്നുണ്ട്. 13 കീമോ കഴിഞ്ഞ് അവസാനത്തെ ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, മെഡിക്കലി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. കീമോയും റേഡിയേഷനും ഒന്നും നടക്കുമ്പോൾ സാധാരണഗതിയിൽ ക്യാൻസർ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളിപ്പോ എന്റെ ചെസ്റ്റില് വീണ്ടും രോഗം രണ്ടാമത് ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം നിനക്കറിയില്ല. അപ്പൊ സത്യത്തിൽ നമ്മൾ പതറിപ്പോകേണ്ടുന്ന ഒരു ഘട്ടാണ് കേട്ടോ, പതറിപ്പോകേണ്ടുന്ന ഒരു ഘട്ടാണ്. പക്ഷെ എന്താ സംഭവിച്ചറിയോ, നമുക്ക് അൽഹംദുലില്ലാഹ് മനസ്സുറച്ച് അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ പറ്റി. അപ്പോ വളരെ അടുത്ത ഒരു സുഹൃത്ത് റേഡിയോളജിസ്റ്റ്, അദ്ദേഹത്തെ അപ്പ വിളിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ ഉമ്മി ഞങ്ങൾ എല്ലാവരുടെയും പോയി. അപ്പൊ ഇങ്ങനെ ഫയൽ നോക്കിയിട്ട് ഒറ്റ നോട്ടം നോക്കിയിട്ട് പറഞ്ഞേ, അത് സേജറിന്റെ സമയത്ത് ഉണ്ടായ ഒരു ചെറിയ മുറിവാണ്. അത് നിങ്ങളുടെ ബാക്ക് ഫയലൊക്കെ അറിയണോണ്ട് എനിക്കത് മനസ്സിലാകും, മറ്റേ റേഡിയോളജിസ്റ്റിനെ മനസ്സിലാകും. നോക്കി, നിങ്ങൾ മല പോലെ വന്നൊരു സംഭവം അല്ലേ, മല പോലെ വന്നൊരു സംഭവം 13 കൊല്ലം കഴിഞ്ഞു. ഇതേപോലത്തെ ഒരു പെരുന്നാളിന്റെ 2 ദിവസം മുമ്പാണ് കേട്ടോ. പക്ഷെ പെരുന്നാളിന് എന്നും ഉണ്ടാക്കുന്നതിലേറെ ഭംഗിയായിട്ട് ഞങ്ങളെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി. എന്താ കാര്യം? അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഏലസും ഐക്കല്ലും ഉറുക്കും ജാറോം പരിപാടിയൊന്നും നമ്മുടെ വഴിയല്ലെന്നും അള്ളയാണ്, റബ്ബ് മാത്രാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതന്നെ ഇതിന്റെ കാരണം. ആ തക്ബീറിന്റെ അർത്ഥം അറിഞ്ഞു ചൊല്ലിയാല് നമുക്ക് അപ്പോഴേ ഈദ്ഗാഹിൽ വരാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ, അടുപ്പിൽ വലതും കുഴിച്ചിട്ടിട്ടുണ്ടാകും, പിന്നെ അട്ടത്ത് പലതും കെട്ടിയിട്ടുണ്ടാകും, അരിയില് പലതും ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും, ഒക്കെ ഉണ്ടാകും. ഇന്ന തമാഇമ വത്തിവലത ശിർക്കുൻ, ഏലസും ഐക്കല്ലും മുറുക്കും ഇത് മുഴുവൻ ശിർക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ പതിയെ മറന്നു പോകും. ഇനി നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കണ്ട രീതി ഞാൻ പറഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനന്റെ രീതി നമുക്ക് ഉണ്ടായാൽ മതി, ഒരു പ്രശ്നമല്ല. അദ്ദേഹം കുട്ടീനെ ചോദിക്കണം എപ്പോഴാണോ കല്യാണം കഴിച്ചത് അന്ന് മുതൽ. എന്നിട്ട് അവസാനം 10, 80, 90 വയസ്സാകുമ്പോ അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഒരു അസ്വസ്ഥതയിലില്ല, പടച്ചോനെ എങ്ങനത്തെങ്കിലും ഒരു കുട്ടിനെ കൊണ്ടാന്നല്ല, സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് നീ തരണേ പടച്ചോനെ. ഞാൻ എപ്പോഴും ഈ ഉദാഹരണം നമ്മുടെ മിമ്പറിൽ നിന്ന് ആവർത്തിച്ച് പറയലുണ്ട്. എന്നെ അത്രമേൽ സ്വാധീനിച്ചൊരു രംഗാണത്. നമ്മളെ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാന്റെ മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കണതിനെ, അദ്ദേഹം ഉണ്ടാക്കിയ കഅബാലയത്തിന്റെ സൊഫിലിരുന്ന് അദ്ദേഹം പറയണത് നമ്മളിങ്ങനെ കാണുകയാണ്. എന്താ, 19 വയസ്സായ ഒരു മനുഷ്യന് 2 കൈയും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പടച്ചോനോട് പറയാ, പടച്ചോനെ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണേ പടച്ചോനെ. 0 സാധ്യതയാണ്. ആ 0 സാധ്യതയാണെന്ന് എവിടുന്നാ മനസ്സിലായത്? മലക്കുകൾ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടില്. മലക്കുകൾ വരുമ്പോ അദ്ദേഹത്തിന് മനസ്സിലാണില്ല കേട്ടോ. അദ്ദേഹം വേഗം മോരിക്കുട്ടിനെ ഇറക്കുകയാണ്. ഭാര്യ വേഗം അത് പാചകം ചെയ്യാണ്. മലക്കുകൾ ഭക്ഷണം കഴിക്കണില്ല. കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ സർവം കാണാൻ പറ്റണേ ഡബിൾ ഡോസ് ഔലിയാക്കളെയാണ് നമ്മളെ സമൂഹം പരിചയപ്പെടുത്തണേ. ഇബ്രാഹിം എന്ന മഹാപ്രവാചകനെ അള്ളാഹ് നബിയാക്കി, റസൂലാക്കി, ഉലുൽ അസ്മിൽ പെടുത്തി, അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു ഉമ്മത്താണെന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് മനസ്സിലായില്ല. ഭക്ഷണം കഴിക്കാത്തപ്പോ അദ്ദേഹം പേടിച്ചു എന്നാ അഭിനയിച്ചതാ, ഭയപ്പെട്ടു എന്നാ ഖുർആൻ പറഞ്ഞു അല്ലെ. അപ്പോ മലക്കുകൾ പറഞ്ഞു ഞങ്ങൾ മലക്കുകളാണ്. അപ്പളാ മനസ്സിലായത്. അഥവാ അത് വഹി കിട്ടി, അപ്പളാ മനസ്സിലായത്. നമ്മള് അടിസ്ഥാനാണ്. ഈ ഒരൊറ്റ അടിസ്ഥാനത്തും ഒക്കെ തീരും, എല്ലാ നിലപാടും തീരും. അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയണ, നിങ്ങൾക്ക് ഒരു കുട്ടീനെ തരാൻ വന്നതാന്ന് പറഞ്ഞപ്പോ ഒരു ലജ്ജിക്കുന്നുണ്ട്. എനിക്കിനി കുട്ടിയോന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ അവർക്കും പ്രതീക്ഷ ഇല്ലാത്തൊരു സമയ. അപ്പോ മലക്കുകൾ കൊടുത്ത മറുപടി എന്താ പറയുക, പടച്ചോന് ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഈ വാചകം നമ്മൾ നെഞ്ചത്ത് വെക്കണം. പടച്ചോന് ഇതൊക്കെ എളുപ്പമാണ് എന്ന് നെഞ്ചത്ത് വെച്ചാല് നമ്മളിങ്ങനെ ഭരണകൂട ഭീകരതയും ഓരോന്ന് കീഴടക്കുന്നതും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ഒരു 2-3 പെരുന്നാളുകൾക്കപ്പുറം നമ്മൾ ഖുത്ബ പറയുമ്പോഴുള്ള അവസ്ഥയല്ലല്ലോ ഇന്ത്യയിൽ, ആണോ? അതിശക്തമായ ഒരു പ്രതിപക്ഷം അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ ആശ്വസിച്ചും കൂടുതൽ മെസ്സേജ് കൊടുത്തും പോകന്നെ വേണ്ടത് അല്ലെ. ആശ്വസിച്ചും എന്താ, ഇപ്പോ ആ പഴയ പ്രസംഗമൊന്നും പാർലമെന്റിൽ വരുന്നില്ലല്ലോ. എന്താ പാർലമെന്റിൽ ആ പഴയ പ്രസംഗം വരാത്ത? പല പണി ഒപ്പിച്ച് പല ബില്ലും പാസ്സാക്കാൻ നോക്കിയപ്പോ എന്താ കോടതി പറഞ്ഞത്? കോടതി പറഞ്ഞ ഇവിടെ നിന്നതാണല്ലോ വഖഫ് ബില്ല്.
അല്ലേ? ഇപ്പൊ ഞാൻ പറയണേ, നമ്മൾ നിരാശപ്പെട്ടിട്ടൊരു കാര്യമല്ല. ഇവിടെ ഒക്കെ തീർന്നു, ഇവിടെ ഒക്കെ കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. അത് ഫാഷിസത്തിന്റെ വിജയമാണ്, അത് പിശാചിന്റെ വിജയമാണ്. നമുക്ക് വേണ്ട എന്താ? നമ്മുടെ ഉള്ളിൽ കരുത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. അതിന് അള്ളാഹു അക്ബറിന്റെ മാന ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു അക്ബറിന്റെ മാന വളരെ വലുതാ. നിങ്ങൾ നോക്ക്, നമ്മളെ പടച്ചോൻ ഉണ്ടാക്കിയത് എവിടുന്ന? കോശത്തുനിന്ന് ഉണ്ടാക്കി. എത്ര കോശം? കോടിക്കണക്കിന് കോശം. ഒരു കോശത്തിന്റെ വലിപ്പത്രേ? 1 മില്ലിമീറ്റർ അത്രേ. കുട്ടികൾക്ക് ഇപ്പൊ ആ സ്കെയിൽ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടാവും. 1 സെന്റിമീറ്ററിന്റെ അടിയിൽ ആ 2 കുഞ്ഞ് വരല്ല, അതൊരു മില്ലിമീറ്റർ അല്ലെ? ആ ചെറിയ വര കുഞ്ഞ് വലിയ വരന്റെ അടിയിലുള്ള അതിന് 1000 പീസാക്കിയ അതിലൊരു പീസാണ് ഒരു കോശം എന്ന് പറയുന്നത്. അത്ര സൂക്ഷ്മ കോശങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ റബ്ബിന് ഇതൊന്നും ഒരിക്കലും പ്രയാസമല്ല. ഇനി നിങ്ങൾ നോക്ക്, ഒന്ന് നമ്മൾ അള്ളാനെ മനസ്സിലാക്കുന്ന രീതി അദ്ദേഹത്തിന്റെ അത് പറഞ്ഞു. രണ്ടെന്താ? അദ്ദേഹം പ്രാർത്ഥിക്കുന്ന രീതി പറഞ്ഞു. 0 സാധ്യതയിലുള്ള കാര്യം പടച്ചവനോട് പറയാം. പിന്നെ ഒരിക്കലും പേടിക്കണ്ടെന്ന് തോന്നുന്ന കാര്യം പടച്ചവനോട് പറയാം. എന്താ? വജ്നുബിനി വബനിയാന അബ്ദുൽ അസ്നാം, എന്നെയും എന്റെ സന്താനങ്ങളെയും ഈ വിഗ്രഹത്തിന് ആരാധിക്കണമെന്ന് കാക്കണേ പടച്ചവനെ. ഞമ്മക്കൊക്കെ എന്തൊരു കോൺഫിഡൻസാ. ഞാനൊന്നും ഒരിക്കലും ശിർക്കുക്ക് പോകൂല, ഞാനൊന്നും ഒരിക്കലും നിരീശ്വരവാദത്തിക്ക് പോകൂല, ഞാനൊന്നും ഒരിക്കലും മുനാഫിഖാകൂല എന്നുള്ള നിലപാടോ അല്ലെങ്കിൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ അത് ഭയപ്പെട്ടിട്ടില്ല. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. അദ്ദേഹം ഈ വിഗ്രഹാരാധനയെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയും നിങ്ങളെയും നിങ്ങൾ പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠയെയും സൃഷ്ടിച്ചവനാണ് ആരാധിക്കേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹിനെ ആരാധിക്കാൻ പറയണില്ല, അല്ലെ? മൊഹീദ്ദീൻ ശേഖിനെ ആരാധിക്കാൻ പറയണില്ല. അവർക്ക് കണ്ണും കാതും കയ്യും കാലും ഒക്കെ കൊടുത്ത റബ്ബുണ്ട്. 150 ലിറ്റർ ബ്ലഡിനെ ഡെയിലി ക്ലീൻ ആക്കുന്ന കിഡ്നി കൊടുത്ത റബ്ബുണ്ട്. 2 കോടി ഉപകരണങ്ങൾ കണ്ണിൽ കൊടുത്ത റബ്ബുണ്ട്. ഒറ്റ കണ്ണിൽ 2 കോടി ഉപകരണങ്ങൾ കൊടുത്ത റബ്ബുണ്ട്. ശ്രീരാമനും ശ്രീകൃഷ്ണനും മുഹമ്മദ് റസൂലുള്ളാഹിക്കും പിന്നെ എല്ലാവർക്കും അത് കൊടുത്ത ഒരു റബ്ബുണ്ട്. ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്, അല്ലെ? ആ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? അദ്ദേഹം ബോധ്യപ്പെടുന്ന രീതിയാണ്. നമ്മൾ ഇസ്ലാമിലെ കാര്യങ്ങൾ ഓരോന്നും കണ്ടും മനസ്സിലാക്കിയും ബോധ്യപ്പെട്ടതാണോ? സോഷ്യൽ മീഡിയയിലൊക്കെ വ്യത്യസ്തമായ പല ക്യാമ്പയിനുകളും ഇങ്ങനെ നടക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്ന പല കെട്ടുകഥകളും വരും, അല്ലെ? പല കെട്ടുകഥകളും വരും. പ്രത്യേകിച്ച് എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ചേരി, അവരിങ്ങനെ 24 മണിക്കൂർ ലൈവാണ്. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ അസ്വസ്ഥരാകേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത് പണി ചെയ്താൽ മതി. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞ എല്ലാറ്റിനും പരിഹാരമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കാന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം പടച്ചോനെ, എനിക്ക് നീ ഒന്ന് കാണിച്ചു തരണം. പടച്ചോൻ ചോദിച്ചു, അവലം തൂമിൻ, ഇബ്രാഹിം നീ വിശ്വസിച്ചിട്ടില്ലേ? ഞാൻ 100% വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ ഹൃദയത്തിന് ഒരു ശാന്തി വരാനാണ്. മുന്നിൽ ഏകഛത്രാധിപതിയുണ്ട്, ഒരു സമൂഹത്തിന്റെ പ്രതിരോധമുണ്ട്, താൻ തനിച്ചാണ്. നെഞ്ചിൻ കൂട്ടിലേക്ക് എടുത്തു വെച്ച ആശയധാരയുമായി മുന്നോട്ട് പോകാൻ എന്തു വേണം? എനിക്ക് ഇത് ബോധ്യപ്പെടണം. അപ്പോ 4 പക്ഷികളെ ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി പല സ്ഥലത്തായി ഇടാൻ പറഞ്ഞു. അദ്ദേഹത്തോട് ആ പക്ഷികളെ വിളിക്കാൻ പറഞ്ഞു. അവർ ജീവിച്ച് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു. നമ്മൾ എങ്ങനെയാ? നമ്മൾ പക്ഷികളെ വിളിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊക്കെ ബോധ്യപ്പെട്ടതുപോലെ ബോധ്യപ്പെടാൻ നമുക്ക് സിസ്റ്റം ഉണ്ട്. ഖുർആൻ അത് സാധാരണക്കാരന്റെ, സയന്റിസ്റ്റിന്റെ, ചരിത്രകാരന്റെ, സാഹിത്യകാരന്റെ, ഗവേഷകന്റെ, വീട്ടമ്മയുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. വിശദമായി പറയാനുള്ള സമയം നമുക്കില്ല. ബോധ്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടാന്നുള്ളത് പ്രധാന. മരിച്ചതിനു ശേഷം കുഴിമാടങ്ങളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന് മനുഷ്യനെ ചുട്ട് അവനെ ചിതറപ്പെടുന്ന പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് അവൻ തിരിച്ചു വരും. ഖുർആൻ ചോദിച്ചു, സൂക്ഷ്മമായ ബീജബിന്ദുവിൽ നിന്ന് അണ്ടവാഹിനിക്കുഴലിലെ ഗർഭപാത്രത്തിലെ ഘട്ടങ്ങളൊക്കെ പിന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ പുനർജനിക്കുക എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് അസാധ്യമാണ്? അങ്ങനെ ഉണ്ടാക്കിയ റബ്ബിന് നിങ്ങളെ സൃഷ്ടിക്കൽ അസാധ്യമാണോ എന്നാണ് ഖുർആന്റെ ചോദ്യം. ഈ അത്ഭുതങ്ങളൊക്കെ കാണിക്കണ മനുഷ്യല്ലേ? ഈ അത്ഭുതങ്ങൾ മുഴുവൻ കാണിക്കണേ ഈ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു റബ്ബിന് മനുഷ്യനെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് ആഴത്തിലിറങ്ങിയത് പഠിക്കണം. കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ലിയദ്ദബ്ബറു, ഖുർആനിൽ തദബ്ബുർ നടക്കണം. എന്താ തദബ്ബുർ? ഞാനിപ്പോ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇവിടെ ഓതി, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകുൻ നാറ, നിങ്ങളെയും നിങ്ങളുടെ അഹ്ലിനെയും നരകത്തുനിന്ന് കാക്കണം. എന്താ അതിന്റെ തദബ്ബുർ? നമ്മളിങ്ങനെ ആലോചിക്കണം, പടച്ചോനെ എന്റെ അവസ്ഥ എന്താ? എന്റെ സ്വകാര്യ ജീവിതം എന്താ? എന്റെ നിസ്കാരത്തിന്റെ ഗതി എന്താ? എന്റെ അമ്മാന്റെ അവസ്ഥ എന്താ? എന്റെ വാപ്പാന്റെ അവസ്ഥ എന്താ? എന്റെ മോന്റെ ഗതി എന്താ?
പഠിച്ചോനെ അവരൊക്കെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ എന്റെ പെണ്ണിനെ കാറിലേക്ക് വിളിച്ചു കയറ്റി നിക്കാഹ് കഴിഞ്ഞു കൊണ്ടുവന്നതുപോലെ എനിക്ക് അവളെ കൈപിടിച്ച് സ്വർഗത്ത് പോകാൻ പറ്റുമോ? ഇതാണ് യതീമിനെ കുറിച്ചുള്ള ആയത്ത് കേൾക്കുമ്പോ എന്റെ കുടുംബത്തിലും ബന്ധത്തിലും അയൽപക്കത്തിലും ഞാൻ പരിരക്ഷിക്കേണ്ട യതീമുണ്ടോ? പട്ടിണിപ്പാവങ്ങളുടെ ഭക്ഷണം കൊടുക്കുന്ന ആയത്ത് കേൾക്കുമ്പോ ഞാന് ഇന്നേ വരെ ആർക്കെങ്കിലും ഞാന് പ്രയാസപ്പെട്ട ഒരു ഓഹരി കൊടുത്തിട്ടുണ്ടോ? വീട്ടിലെ ബാക്കിയുള്ള ഭക്ഷണമൊക്കെ കൊടുത്തേച്ചിട്ടുണ്ടാവും. ഇന്ന് പെരുന്നാളാണ്. ഇന്ന് പെരുന്നാളില്ലാത്ത ആളുകളില്ലേ, അവരെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടോ? രോഗസന്ദർശനത്തിന്റെ കാര്യം കേൾക്കുമ്പോ ഒരു രോഗസന്ദർശനം ഞാൻ ശരിക്കും നടത്തിയിട്ടുണ്ടോ? ഇതാണ് തദബ്ബുർ. ആ തദബ്ബുർ ഇല്ലെങ്കിൽ ഖുർആൻ അതിനെ കുറിച്ച് പറയാണ്, വല്ലാഹി മാ തദബ്ബുറുഹു ബിഹിഫ്ളി ഹുറൂഫിഹി വഇളാഅത്തി ഹുദൂദിഹി. ഖുർആൻ ഇഷ്ടം പോലെ ഹിഫ്ളാക്കി, എന്നിട്ടോ അതിലെ നിയമങ്ങൾ പാലിക്കണില്ല. അതുകൊണ്ട് ഒരിക്കലും തദബ്ബുർ ആകണില്ല. ഹത്താ ഇന്ന അഹദുകും ലയഖൂൽ, നിങ്ങൾ പറയാണ് ഖറഅതുൽ ഖുർആന കുല്ല, ഖുർആൻ ഞാൻ മുഴുവൻ വായിച്ചു. മാ യുറാലഹുൽ ഖുർആനു ഫീ ഖുൽഖിൻ വല അമലിൻ, അവന്റെ സ്വഭാവത്തിലും അമലിലും ഒന്നും കാണില്ല. ഓൻ എല്ലാവരോടും അടിയ, എവിടെയും ഒരു വിട്ടുവീഴ്ചയില്ല, അല്ലെ? ഫുൾ ചൂടാകലും കച്ചറിയാണ് കേട്ടോ. ഞാൻ വളരെ മനസ്സറിഞ്ഞൊരു പ്രശംസ നടത്താം. എനിക്കറിയണ കേരളത്തിലെ ചില മഹല്ലുകളൊക്കെ ഉണ്ട്, അവിടെ ആയിരക്കണക്കിന് ആളുകൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു 7:15 കഴിഞ്ഞ് 7:17 ആയാല് അവിടെ നിന്ന് ആളേക്കും, എന്തേ തുടങ്ങണില്ലേ? ആരോട്? ഈ ഇമാമക്കണ ആളോടെ. ആൾക്കാരെ വിചാരം എന്താ വെച്ചാൽ ഇമാമക്കണ ആളോ പോലെ കൂലിക്കാരനാണ് കേട്ടോ. ഇങ്ങോട്ട് ഒരു വട്ടം മുപ്പര് ചോദിച്ചിട്ടുള്ളൂ, പിന്നെ ചോദിച്ചിട്ടില്ല. ഞാൻ പറയണത് അവിടെ പോലൊരു സ്വബർ കാണിക്കാൻ ഞാൻ ഈ സദസ്സിനെ അങ്ങേയറ്റം പ്രശംസിക്കാണ് കാര്യത്തിൽ. നമ്മള് 15 എന്നുള്ള 23 തുടങ്ങി. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ എല്ലാവരും മുഖം. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് മനസ്സറിഞ്ഞ് ഞാൻ പറയണേ, ഇതൊക്കെ നമുക്കുണ്ടാകേണ്ട വളർച്ചയാണ് കേട്ടോ, വളർച്ചയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ കഴിയണം. നിങ്ങൾ നോക്കൂ, ഒറ്റ വാചകം കൂടി ആ വിഷയത്തിൽ ഞാൻ വായിക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, എന്ത്? ഈ വല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതിഹി എന്നുള്ള ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയാം, വല്ലദീ നഫ്സി ബിയദിഹി. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ യഥാർത്ഥ വായന എന്ന് പറഞ്ഞാൽ അത് തദബ്ബുറാണ്. നമുക്ക് സുഹൃത്തുക്കളെ, നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളെങ്കിലും അറിയോ? നമ്മൾ ഗൗരവത്തിൽ അറിയിക്കണം. മാത്രല്ല ഖുർആനിനെ അവഗണിച്ചു അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ നാളെ പരാതി പറയുമ്പോ ഇതാണ് വതർക്കു തദബ്ബുരിഹി വതഫഹുമിഹി. ഖുർആൻ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഖുർആനെ അവഗണിച്ചു എന്നാണ്. നമുക്ക് ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും ഖുർആൻ പഠിക്കാൻ 1 മണിക്കൂർ പഠിക്കാൻ അവസരമുണ്ട്. നമ്മളെ കുട്ടികൾക്ക് രാവിലെ എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7:30 വരെ. ഞാൻ ഈ സമീപകാലത്ത് ഏറ്റവും ആസ്വദിച്ച് പങ്കെടുക്കുന്ന സെഷൻ അതാണ്. എനിക്ക് നല്ല റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. രാത്രി വളരെ വൈകി വന്ന് ഉറക്കൊഴിവാക്കി ആ ക്ലാസ് പോകുമ്പോൾ പക്ഷേ വളരെ ആവേശത്തോടെ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയാറുണ്ട്. നിങ്ങളൊക്കെ മക്കളെ, ഒരു 7ാം ക്ലാസ് മുതൽക്ക് അങ്ങോട്ടുള്ള കുട്ടികളെ ആ ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ച ഉണ്ടാകും. തുടങ്ങിയതിന്റെ ശേഷം ഒരു ശനി മുമ്പ് മുടങ്ങി, ഈ ശനി ഇന്നും മുടങ്ങി, അല്ലാത്ത എല്ലാ ദിവസവും കുട്ടികൾ അതിൽ ആവേശത്തോടെ പങ്കെടുക്കാറുണ്ട്. ഇനി 1-2 കാര്യങ്ങൾ കൂടി. കുടുംബത്തിന്റെ വിഷയത്തിൽ പല തർക്കവും ബഹളമൊക്കെ പെരയിൽ നടക്കും, അല്ലെ? ഭാര്യ ഭർത്താവ് തമ്മിൽ തെറ്റ്. നോക്ക് നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നോക്ക് നിങ്ങൾ. അദ്ദേഹം ഒക്കെ ശൂറ ചെയ്തിട്ടാ ചെയ്യണത്. എല്ലാം ശൂറയാണ്. മോനെ നിന്നെ അറക്കണം എന്ന് വാപ്പ പറയുന്നത്, അള്ളാഹ് പറയുന്നുണ്ട്. വാപ്പ നിങ്ങൾ അറുത്തോളി. ശൂറാന്ന് ഒരു ഫാന് വാങ്ങുകയാണെങ്കിൽ വരെ, ഒരു ടൈൽ ഇടുകയാണെങ്കിൽ വരെ അവിടെ ഒരു ശൂറ ഉണ്ട്. അടുക്കളന്റെ ഫുള്ള് കാര്യം ഭാര്യയാണ് വീട് നിർമ്മിക്കുമ്പോ പറയണ്ടത്, നമ്മളല്ല. മനസ്സിലായില്ലേ? അത് അവർക്ക് വിട്ടുകൊടുക്കണം. അങ്ങനെ ഒരു വിശാലതയിലേക്ക് എത്തുന്നിടത്ത് നമുക്കിതിൽ പാടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം നോക്കൂ നിങ്ങൾ. ഭാര്യനെയും മകനെയും അവിടെ ഉപേക്ഷിച്ചു പോകുമ്പോ വിളിച്ചു ചോദിക്കുക, ഇബ്രാഹിം എങ്ങോട്ടാ പോണേ? ഞങ്ങളവിടെ ഇട്ടിട്ട്. അദ്ദേഹം മറുപടി പറയണില്ല. അള്ളാഹ് പറഞ്ഞതാണോ എങ്കിൽ ശരി പോയിക്കോളൂ, അല്ലേ? അവർക്കൊരു ബേജാറും യഥാർത്ഥത്തിൽ തോന്നിയില്ല. അള്ളാഹുവിൽ തവക്കുലാക്കിയപ്പോ പടച്ചോൻ കൈവിട്ടതുമില്ല. മൂർത്ത സഫാ കുന്നുകൾക്കിടയിൽ, മറവകൾക്കിടയിൽ ഇങ്ങനെ ഓടുമ്പോ, എന്റെ കുഞ്ഞിന് വെള്ളം വേണേ, വല്ലവരും എന്നെ സഹായിക്കാനുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ ഓടുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്, അല്ലെ? ജിബ്രീലിന്റെ ചിറക് കൊണ്ടാണ് സംസം ഉണ്ടായത്. ആ കുഞ്ഞിന്റെ കാലടിപ്പാടിൽ നിന്നല്ല സംസം ഉണ്ടായത്. ജിബ്രീൽ വന്ന് കുത്തിക്കൊടുത്ത കിണറാ സംസം കിണർ. ചരിത്രത്തിലെ ശരിയായ പ്രയോഗം അതാണ്, ശരിയായ വശം അതാണ്. ആ കുഞ്ഞ് വെള്ളം കുടിച്ചു. ആ ഒഴുക്ക് ഒരിക്കലും തീർന്നില്ല. ആ വെള്ളത്തിന് ഭൂമിയിലെ മറ്റു വെള്ളങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട്. എന്താണ് ആ വെള്ളം കുടിക്കുമ്പോൾ ഓർമ്മ വരേണ്ടത്? കുടുങ്ങുമ്പോ പടച്ചോൻ താങ്ങും. സങ്കടപ്പെട്ട് തന്റെ കുഞ്ഞ് മരിക്കുന്നു എന്നോർക്കുമ്പോ ആ മരിക്കാനൊരുങ്ങുന്ന കുഞ്ഞിനുള്ള ആ പാനജലമാണ് കൊടുത്തത്. അവിടെ പടച്ചോന്റെ സഹായം ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്കതിൽ നിന്ന് കിട്ടേണ്ടത്. ഇനി സുഹൃത്തുക്കളെ, പൊറുക്കാനുള്ള മനസ്സേറെ വേണം നമുക്ക് ഈ കാലത്ത്.
ഓരോരുത്തർ ഒറ്റക്കൊറ്റക്ക് സ്വന്തം മൊബൈൽ തോണ്ടിയിരിക്കുകയാണ് വീട്ടിൽ. സംഭാഷണങ്ങൾ കുറവാണ്, സംസാരങ്ങൾ കുറവാണ്. ഓരോരുത്തരും ഫാനോട്ട് കിടക്കിയിലും കിടന്ന് മൊബൈൽ തോണ്ടുകയാണ്. ഈ കാലത്ത് തിരുത്തണം നമ്മൾ. ഈ പെരുന്നാൾ ദിവസം മുതൽക്ക് ആ തിരുത്തു വരണം. ഇന്ന് ഫോണൊക്കെ ഒന്ന് നന്നായി നിയന്ത്രിക്കുക കേട്ടോ. സന്ദർശനങ്ങളൊക്കെ ആകുക. 3 രീതിയാണ്. ഒന്ന്, നമ്മളൊരു ജനറൽ മെസ്സേജ് അയക്കേണ്ട ആൾക്കാരുണ്ടാകും, അവർക്ക് അത് അയക്കുക. ഒരു വോയിസ് അയക്കേണ്ടവരുണ്ടാകും, അവർക്ക് വോയിസ് അയക്കുക. ഫോൺ വിളിക്കേണ്ടവരെ വിളിക്കുക. നേരിൽ പോയി കാണേണ്ടവരെ കാണുക. എന്താണ് സുഹൃത്തുക്കളെ സിയാറത്തിന്റെ പുണ്യം? വജബത്ത് മഹബ്ബത്തി ലിൽ മുതസാവിരീൻ. എന്റെ മാർഗത്തിൽ സന്ദർശിക്കുന്നവർക്ക്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ മാർഗത്തിൽ സന്ദർശിക്കുന്നവർക്ക് എന്താ, അവർക്ക് എന്റെ ഇഷ്ടമുണ്ട്. മാത്രല്ല, ഒരു മനുഷ്യനൊരിക്കൽ സന്ദർശനത്തിന് ഇറങ്ങിയ ചരിത്രം പറ റസൂലുള്ള. അയാളെ ഒരു മലക്കിനെ അള്ളാഹ് അയച്ചിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വന്ന മലക്കാണ്. നബിയൊന്നുമല്ല, സാധാ മനുഷ്യൻ. അങ്ങനെ സന്ദർശനത്തിന് പോവുകയാണ്. അപ്പോ ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വന്ന ദൂതനാണ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇന്നും മലക്കിറങ്ങുന്നാണ്, ഇന്നും മലക്കിറങ്ങും. മനസ്സിലായില്ലേ? സന്ദർശനത്തിന് അത്രയും പ്രാധാന്യമുണ്ട് എന്നത് ഓർക്കാൻ നമുക്ക് പറ്റണം. അതേപോലെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തണം. തകർന്നുപോയ ബന്ധങ്ങൾ ഉണ്ടാകും. ഒരു സന്ദർശനം, ഒരു സലാം പറയലും, ഒരു കെട്ടിപ്പിടുത്തയ്മ തീരും. മയ്യിത്തായിന്റെ ശേഷം മയ്യത്തിന്റെ അടുത്ത് വന്ന് കുറ്റബോധത്തോടെ ചിന്തിക്കല്ല നമ്മൾ വേണ്ടത്. മറിച്ച് എല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ ഉണ്ടാകും. ലാബ് റിപ്പോർട്ട് വരുമ്പോ മൂപ്പരൊക്കെ നിർത്തി, ബീഡി തൊട്ട് സർവ്വം നിർത്തി. ലാബ് റിപ്പോർട്ട് വരെ അതില്ല, അല്ലെ? സ്വന്തം ജീവിതത്തിൽ അങ്ങനത്തെ ശക്തമായ തിരുത്തുകൾ വരുത്തിയവർ നമുക്കിടയിലുണ്ട്. തിരുത്തുകൾ വരുത്തിയ ആളുകൾക്ക് പിടിച്ചു നിൽക്കാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലഹരി ഇന്ന് ഒരു വലിയ സാമൂഹിക ദുരന്തമാണ്. അത് ദുരന്തമാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ പലപ്പോഴും അഡ്രസ് ചെയ്യണില്ല, അല്ലെ? നമുക്ക് കുട്ടികളെ വെച്ച് ഗോളുകൾ അടിക്കാം, നമുക്ക് പ്രകടനങ്ങൾ നടത്താം, നമുക്ക് മുദ്രാവാക്യം എഴുതാം, നമുക്ക് ഫ്ലെക്സ് ബോർഡുകൾ കെട്ടാം. അതൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റണം. ഇതൊക്കെ എവിടുന്ന് വരുന്നു? സിനിമ ഒരു കാരണമാണ്. സിനിമ ഇതിലൊരു കാരണമാണ്. കുട്ടികൾ അത് അനുകരിക്കുന്നുണ്ട്, അല്ലെ? വർദ്ധിച്ചു വരുന്ന ഷോപ്പുകൾ, അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. എവിടെ നോക്കിയാൽ ഇഷ്ടം പോലെ പ്രൈവസിയിൽ വാങ്ങാൻ കിട്ടും, ഓൺലൈനിലടക്കം വാങ്ങാൻ കിട്ടും. ഇതൊക്കെ പ്രശ്നമാണ്. ഇതിലൂടെ കിട്ടുന്ന വരുമാനമാണ് പ്രശ്നമെങ്കിൽ അതിലേറെ വലിയ ഡാമേജ് ഇത് സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലഹുറു അസറൊക്കെ കളഞ്ഞിട്ടല്ല ആഘോഷിക്കേണ്ടത്. ഇസ്ലാമിലെ ആഘോഷങ്ങൾ ആരാധനയിൽ നിബിഡമാണ്. അതുകൊണ്ട് യാത്രയൊക്കെ പോകുമ്പോൾ എവിടുന്നാണ് ലഹുറു അസറൊക്കെ നിസ്കരിക്കുക എന്ന് നേരത്തെ പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് പോവുക. എന്നിട്ട് അവ്വൽ ജമാഅത്ത് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഒരു പേജ് ഖുർആൻ സുബൈക്ക് ഓതിയിട്ടില്ലെങ്കിൽ അത് ഓതിയിട്ട് തുടങ്ങുക. അങ്ങനെ ജീവിതത്തിൽ വിട്ടുവീഴ്ചകളുടെ മാപ്പിന്റെ ഒക്കെ ദിനങ്ങളാകുക. നമ്മൾ ചെന്ന് പുതിയ കുപ്പായം ചിലപ്പോൾ ഇന്നെടുത്ത് മാറ്റി കൊടുക്കേണ്ട ചില ആൾക്കാരുണ്ടാകും. അവരങ്ങനെ ചെയ്യാവലംബികളാണ്. വാപ്പാൻ എടുക്കാനും പൊക്കാനൊന്നും കഴിയാത്തോണ്ട് അങ്ങനെ മൂപ്പർക്ക് പ്രത്യേകിച്ച് പെരുന്നാളൊന്നും ഉണ്ടാവില്ല. ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറക്കിക്കൊണ്ടൊന്ന് കുറച്ചുപേരൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ആ രീതിയിൽ നമ്മുടെ അയൽക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അവരുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ ഇടപെടുക. ഹജ്ജിന് പോയ ആളുകളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സൊഫിന്റെ ഇടയിൽ നിന്നുള്ളവരൊക്കെ ഹജ്ജിനൊക്കെ പോയിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതിഗംഭീരമായി ഹജ്ജ് ഈ സമയം വരെ പോയി അത്യാധുനികമായ സൗകര്യങ്ങളോട് കൂടെ അത് നല്ല രീതിയിൽ നിർവഹിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ഒരു ദിവസം ഏറെ സന്തോഷത്തോടു കൂടെ നമ്മൾ ഈദ് ആഘോഷിക്കുമ്പോൾ തക്ബീറിന്റെ യഥാർത്ഥ അർത്ഥങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകമായ ഒരു സ്വതക്ക പറഞ്ഞിട്ടുണ്ട്. ആ സ്വതക്ക നമ്മൾ കൊടുക്കുക, മനസ്സറിഞ്ഞ സ്വതക്ക കൊടുക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളോടത് പ്രത്യേകം പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഭാര്യന്റെ കയ്യിൽ ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. നിങ്ങൾ കൊടുക്കണേന്ന് പൗതി കൊടുത്താലും വേണ്ടില്ല, അവരുടെ കൈക്ക് ഒരു പൈസ ഇട്ടിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ ശീലിക്കണം. മക്കളുടെ കൂടെ സംസാരിച്ചിരിക്കണം, കുടുംബത്തിന്റെ ഒപ്പം സന്ദർശനങ്ങൾ വേണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ലോകത്തെമ്പാടും വേദന അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, ആയിരക്കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് നീ ഖൈറിനെയും ബർക്കത്തിനെയും കൊടുക്കണേ റഹ്മാനെ. സെല്ലുകളിൽ കഴിയുന്നവരുണ്ട്, നിരപരാധികൾ ജയിലിലടക്കപ്പെട്ടവരുണ്ട്. അവരെ നീ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭദ്രമായ ചുറ്റുപാടുകൾ ഞങ്ങൾക്ക് നീ തിരിച്ചു നൽകണേ നാഥ. അല്ലാഹുവേ, വിധവകളുണ്ട്, വിഭാര്യന്മാരുണ്ട്, അകലെ, വളരെ അകലെ ഫലസ്തീനിൽ ഹൃദയം കൊണ്ട് ഞങ്ങൾ അടുത്തു നിൽക്കുന്ന മണ്ണിൽ വേദന തിന്ന് ജീവിക്കുന്ന, വീട്ടുകളിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ട ഈ ഈദ് ദിനത്തിൽ പോലും പലപ്പോഴും കർപ്പൂരം പുതച്ച വസ്ത്രം കൊണ്ട് മൂടി മണ്ണിലേക്ക് വെക്കേണ്ടി വരുന്ന, മയ്യിത്തുകൾ വെക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് നാഥ. അവർക്ക് നീ അവരുടെ രാജ്യത്ത് തിരിച്ചേൽപ്പിക്കണേ റഹ്മാനെ. ഏകഛത്രാധിപതികളുടെ തകർച്ച കാണാനുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ.
ഏകഛത്രാധിപതികളുടെ തകർച്ച കാണാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവർക്ക് നീ വിവേകത്തെയും തിരിച്ചറിവിനെയും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗത്തിന്റെ പ്രാരാബ്ധങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വ്യത്യസ്തമായ മരുന്നുകൾ കഴിക്കുന്നവർക്ക് അതിൽ നിന്ന് നീ ആശ്വാസം കൊടുക്കണേ റഹ്മാനെ. ഡയബറ്റിക് അസുഖങ്ങളുടെ പ്രയാസങ്ങളിൽ കഴിയുന്നവർ അവരുടെ പ്രയാസങ്ങൾക്ക് നീ അയവനെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയവർക്ക് നീ വിവാഹത്തെ കൊടുക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഒക്കെ ഒരേ ചിന്താധാരയിൽ ഒരു നന്മയിൽ ചിന്തിച്ച് നിന്റെ കിതാബിനും സുന്നത്തിനും അനുകൂലമായി ചിന്തിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുറുൽ മുജാഹിദീന ഫീ കുല്ലി മകാൻ, അല്ലാഹുമ്മ അൻസുറുൽ മുജാഹിദീന ബിഗസ്സ, അല്ലാഹുമ്മ അൻസുറുൽ മുജാഹിദീന ബിഗസ്സ, അല്ലാഹുമ്മ അൻസുറുൽ മുജാഹിദീന ബികുല്ലി മകാൻ, അല്ലാഹുമ്മ അൻസുറുൽ മുജാഹിദീന ബികുല്ലി മകാൻ. اللهم اغفر لنا ولوالدينا يا رب العالمين. اللهم اغفر لنا ولوالدينا يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. وصلى الله على محمد.